തെരുവ് നായ ശല്യം ശാശ്വതമായി പരിഹരിക്കുന്നതിന് 22 സെന്റ് സ്ഥലം വാടകയ്ക്കെടുത്ത് ഷെൽട്ടർ നിർമ്മിക്കുമെന്ന് മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ മുനിസിപ്പൽ കൗൺസിൽ യോഗത്തെ അറിയിച്ചു. ശനിയാഴ്ച ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ തെരുവ് നായ ശല്യവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയിൽ ചിറ കെട്ടുന്നതുമായി ബന്ധപ്പെട്ടും താൽക്കാലിക തടയണകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടും കർഷക സംഘം പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും യോഗം വിളിച്ചു ചേർക്കാനും കൗൺസിൽ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ മൈതാനം കളിസ്ഥലമായി തന്നെ നിലനിർത്തണമെന്നും ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് സ്ഥലം അനുവദിക്കരുതെന്നും BJP അംഗം TK ഷാജു ആവശ്യപ്പെട്ടു. പൊതുപരിപാടികൾക്ക് അനുവദിക്കുമ്പോൾ ലഭിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് മൈതാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ തയ്യാറാവണമെന്ന് LDF അംഗം PV ശിവകുമാർ നിർദ്ദേശിച്ചു. മൈതാനത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് ഗാലറി തയ്യാറാക്കി മറുഭാഗം പൊതുപരിപാടികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ മാറ്റാനാവുമോ എന്ന് പരിശോധിക്കുമെന്ന് മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ മറുപടിയായി പറഞ്ഞു. തളിയക്കോണം ബാപ്പുജി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനന്തമായി നീളുന്നതിൽ TK ഷാജു വിമർശനം ഉന്നയിച്ചു. സ്പോർട്സ് കൗൺസിലിന് സ്റ്റേഡിയം വിട്ടുകൊടുത്തതോടെ മറ്റു ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാവാത്ത സ്ഥിതിയിലാണുള്ളത്. സ്റ്റേഡിയം ഉപയോഗിച്ചിരുന്ന കളിക്കാർക്ക് പോലും അത് ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും TK ഷാജു ചൂണ്ടിക്കാട്ടി. സ്ഥലം MLA മന്ത്രി Dr. R. ബിന്ദുവുമായി ഈ വിഷയത്തിൽ പ്രാഥമിക ചർച്ച നടത്തിയിട്ടുള്ളതാണെന്നും കൂടുതൽ ഫണ്ട് അനുവദിച്ച് നഗരസഭയുടെ കൂടി സംയുക്ത പ്രോജക്റ്റായി പൂർത്തീകരിക്കാൻ തുടർ ചർച്ച നടത്തുമെന്നും MP ജാക്സൺ കൗൺസിൽ യോഗത്തെ അറിയിച്ചു. ആസാദ് റോഡിലെ ജവഹർ കോളനിയിലെ ഫ്ളാറ്റുകളിലും 24 പുരകളിലും ഒഴിഞ്ഞുകിടക്കുന്നവ പുതിയ ഗുണഭോക്താക്കൾക്ക് അനുവദിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുവാനും കൗൺസിൽ യോഗം തീരുമാനിച്ചു. ജവഹർ കോളനിയിലെ അനർഹമായി കൈവശം വെച്ചിട്ടുള്ളവരെ ഒഴിവാക്കി അർഹരായവരെ കണ്ടെത്തണമെന്നും അവിടേക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് ലഭിച്ച 1418 അപേക്ഷകളിൽ അർഹതയുള്ള 962 അപേക്ഷകൾ കൗൺസിൽ യോഗം പാസാക്കി. വിവിധ കാരണങ്ങളാൽ നിരസിച്ച അപേക്ഷകൾക്ക് തെറ്റുതിരുത്താനും വീണ്ടും അപേക്ഷിക്കാനും പുതിയ അപേക്ഷകർക്ക് അപേക്ഷ നൽകാനും അവസരമുണ്ട്. യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ചു. ഇന്ന് തന്നെ ഗവൺമെന്റിലേക്ക് സമർപ്പിക്കണമെന്ന് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അജണ്ട മാത്രം വെച്ച് ചേരാനുണ്ടായ കാരണം നമുക്കിതുപോലെ 2021 വർഷത്തിൽ 2026 ലഭിച്ച അപേക്ഷകൾ നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. അടക്കമുള്ള ആൾക്കാരുടെ ഒപ്പിട്ട് കൊടുക്കുന്നത് മൊത്തം നമുക്ക് 1418 അപേക്ഷയാണ് നഗരസഭയിൽ ഇതുവരെ ലഭിച്ചത്. അതിന് വെരിഫൈ ചെയ്തിട്ട് 962 എണ്ണം നമ്മൾ പാസ്സാക്കിയപ്പോൾ ഇന്നത്തെ നമ്മുടെ കൗൺസിൽ മാറ്റി വെച്ച് അത് കഴിഞ്ഞ് നമ്മൾ അയച്ചു കൊടുക്കുകയാണ്. വെള്ളം കയറുന്നൊരു പ്രദേശമായതുകൊണ്ട് അതിന് കുറേ റിപ്പയർ അന്ന് നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ അവിടെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഈ സാറ് പറഞ്ഞ പോലെ സെപ്റ്റി ടാങ്കുകളുടെ പ്രശ്നങ്ങളുണ്ടാവും. അത് പുതിയ പ്ലാറ്റ്ഫോം വന്നിട്ട് സെപ്റ്റി ടാങ്കുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അത് പരിശോധിച്ച് നമുക്ക് ഈ പ്ലാൻ്റെ ഇത് കഴിഞ്ഞാൽ അടുത്ത ശരിക്കായിട്ട് നമുക്ക് സ്കീം ഉണ്ടാക്കി അവിടുത്തെ ഒരു റിപ്പയറുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. 24 പേര് നമ്മൾ അന്ന് ആളുകൾക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാനായിട്ട് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. ഫ്ലാറ്റുകാർക്ക് അതില്ല. അന്ന് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. അവരതിൻ്റെ ഭാഗമായിട്ട് അഡീഷണൽ കൊണ്ടുവരുന്ന ആൾക്കാരെ പിന്നീട് ചേർത്ത് അടുക്കള കൊണ്ടുവരും ബാക്കിയുള്ള വീട് അന്ന് അവർക്ക് അനുവാദം കൊടുത്തിരുന്നു. സ്ഥലം ഉള്ളവരോട് ചെയ്തോളാൻ പറഞ്ഞിരുന്നു. അതുപോലെ അവിടുത്തെ തെങ്ങ് അവരോട് കയറിക്കോളാൻ പറഞ്ഞിരുന്നു. അതിനൊരു അനുവാദം അവർക്ക് അന്നുണ്ടായിരുന്നു. പക്ഷെ ഫ്ലാറ്റുകാർക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ മൊത്തത്തിൽ 24 പേരിൽ താമസിക്കുന്ന ആളുകളുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഫെസിലിറ്റി ഒരു ജീവിത സൗകര്യങ്ങളും എങ്ങനെ മെച്ചപ്പെടുത്താമെന്നുള്ളത് നമ്മൾ പോയി പരിശോധിച്ച് അതിന് ആവശ്യമായിട്ടുള്ള പദ്ധതിക്ക് രൂപം കൊടുത്ത് അവരൊരു നല്ല എൻവയറമെൻറ്റിൽ താമസിക്കാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. നമ്മൾ വെറുതെ കനാലിൽ ഉണ്ടായിരുന്ന മോശപ്പെട്ട സ്ഥിതിയേക്കാളും മോശപ്പെട്ട സ്ഥലത്ത് കൊണ്ടാക്കാൻ പാടില്ലല്ലോ. കനാലിൽ നിന്നൊന്നും മാറ്റാൻ കാരണം കനാലിൽ കണ്ടിട്ട് താമസിക്കുന്നവരുടെ ശോചനീയാവസ്ഥ കണ്ടിട്ട് മാറ്റി. ഇപ്പോഴത്തെ പ്രദേശത്തിന്റെ ഭാഗമായിട്ട് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നമുക്ക് കുറേ മാറ്റിയത് ഇപ്പോഴും അതിൽ പോവാൻ തയ്യാറുള്ള ആളുകളുണ്ടെങ്കിൽ അവർ പരിഗണിക്കുന്നത് ഇത് പറയാനുള്ളത് മനസ്സിലായ. കാരണം അന്ന് പല കാരണങ്ങൾ കൊണ്ട് പോകാൻ കഴിയാത്ത ചില കുട്ടികൾ കുടുംബക്കാരുണ്ട്. അവരോട് പേര് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ അസറ ഒഴിഞ്ഞു കിടക്കില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ആ വീടുകളാണെന്ന് നോക്കി ഞാൻ വെല്ലുവിളിക്കുന്നത് ആ സാറിനാണ് പണത്തിൽ ഇപ്പം 300 സ്ക്വയർ ഫീറ്റ് എടുത്തുള്ളൂ. അപ്പൊ അത് എന്തുകൊണ്ട് കഴിച്ചെന്ന് വേണമെങ്കിൽ അന്വേഷിച്ചു. ഈ മൈതാനം വലിയ
പിന്നെ അടുത്ത കുട്ടികളെ പരിശോധിച്ചത് ഇവിടെ കളിക്കാൻ അതിന്റെ വല്ല സൗകര്യമില്ല. എത്ര ഭംഗിയോടുകൂടി കൃത്യമായിട്ട് കൊണ്ടുവന്നാൽ അവിടെ വീണ്ടും ഈ അവസ്ഥയിലേക്ക്. അപ്പൊ കളിക്കാൻ ഒരുപാട് ആളുകൾ, അതുപോലെ ഗ്രൗണ്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ വിഷയമായി വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ സെക്രട്ടറി അടക്കം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ബൈലോ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഒരു 1 2 ദിവസത്തേക്ക് കൊടുക്കുന്ന കാര്യമില്ല, ആഴ്ച കൊണ്ട് കൊടുക്കുന്നതൊക്കെ ഒഴിവാക്കണം.